നല്ല ചെമ്മീൻ ബിരിയാണി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇതാ വല്യുള്ളി, തക്കാളി, കാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുനാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന, ബിരിയാണിയുടെ അരി, നെയ്യ്, കറുവപ്പട്ട, കറാമ്പൂവ്, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തൈര്. അപ്പം ഞാനിവിടെ 1 കിലോ വല്യുള്ളി എടുത്തിട്ടുണ്ട്. വല്യുള്ളി ഇതാ ചെറുതാക്കി കട്ട് ചെയ്ത് ഇത്തിരി നമ്മൾ ചോറിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനിടാനും അതുപോലെ ഇത്തിരി വാട്ടാനും വെച്ചു. ഇനി ഇതാ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് നല്ല മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇങ്ങോട്ട് വറുത്തെടുക്കുകയാണ്. ഇനി ഇത്തിരി ഉള്ളി എടുത്തിട്ട് വാട്ടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കോരുകയാണ്. ഇനി ഈ ഉള്ളി വാട്ടിയെടുത്ത എണ്ണയിൽ നമുക്ക് ചെമ്മീൻ ഒന്ന് പൊരിച്ച് കോരിയെടുക്കാം. അതിന് മുമ്പ് ചെമ്മീനിലെ വെള്ളം ഒന്ന് വാർത്തെടുക്കണം കേട്ടോ. അപ്പം ചെമ്മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചെമ്മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കുക. ഇനി ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് നമ്മൾ മീൻ പൊരിച്ച് ബാക്കി വന്ന എണ്ണ ഒഴിച്ച് ഇത്തിരി മിൽമ നെയ്യും കൂടി ഒഴിച്ച് അതിൽ നമ്മൾ വല്യുള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ആ വാട്ടി വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ഉപ്പ് ഇട്ട് കൊടുത്ത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത്തിരി ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കറുവാപ്പട്ടയും കറാമ്പൂവും ഏലക്കായും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം മസാലയ്ക്ക് മൂത്ത് വരുന്ന സമയത്ത് ചെമ്മീൻ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ച് മസാലയിൽ ഇത്തിരി തൈരോ അല്ലെങ്കിൽ ഇത്തിരി ചെറുനാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പാകത്തിന് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുക. ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും ഇട്ട് ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിന് വെക്കണം. അതിന് മുമ്പ് ഇത്തിരി ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, ഒന്ന് കളർഫുൾ ആവാനാണ്. ഇനി ഇതിലേക്കുള്ള തൈര് ചട്ടിനി റെഡിയാക്കാൻ കേട്ടോ. ഇത്തിരി തൈരെടുത്ത് കുറച്ച് വല്യുള്ളി കട്ട് ചെയ്തതും പച്ചമുളകും കുറച്ച് ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രസമുള്ള കളർഫുൾ തൈര് ചട്ടിനി റെഡിയായി. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്.